ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ മണാലിയിലെ കാഴ്ചകളിലെ മറ്റൊരു കാഴ്ചയിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. മണാലിയിലെ സെഡാർ മരങ്ങളുടെ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സ്പോട്ടുകളിലൊന്ന് തന്നെയാണ് മണാലിയിലെ സെഡാർ മരങ്ങളുടെ ഫോറസ്റ്റ് ഏരിയ. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടി കേട്ടോ. അതെ, ഒരു കബോർഡുണ്ട്, ബെഡുണ്ട്, ചൂടുവെള്ളമൊക്കെ കിട്ടുന്നുണ്ടല്ലേ. പിന്നെ ഇവിടെ നിന്നൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പർവ്വതം, വസിഷ്ഠ പർവ്വതം നമുക്ക് കാണാൻ പറ്റും. ഹിമാലയത്തിൻ്റെ ഒരു പാർട്ടാണ്. ഇതാണ് നമ്മുടെ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടി, ഹിപ്പി ഹെഡ്സ്. ആ കാണുന്ന വീട് കണ്ടോ, ഇത് വന്നിട്ട് ഹിമാചൽ പ്രദേശിലെ മണാലിയിലൊക്കെയുള്ള പഴയകാല വീടുകളാണ് കേട്ടോ. നമ്മുടെ ചുമര് കട്ട വെച്ചിട്ട് അതിൻ്റെ ഇടയിലൊക്കെ മരങ്ങൾ കൊണ്ട് തടി വെച്ചിട്ടാണ് കേട്ടോ അവരത് ഫില്ല് ചെയ്തിരിക്കണേ. കണ്ടോ, നമ്മൾ റോട്ടിൽ കൂടെയാണ് വന്നത്. പക്ഷെ തിരിച്ച് ദേവദാരു മരങ്ങൾക്കിടയിലൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെയുള്ള ലോക്കൽ ആൾക്കാർ. നമ്മൾ അതുവഴി ഇങ്ങനെ പോവുകയാണ്. ഇത് ഭംഗിയല്ലേ റോഡ് കാണാൻ. നമ്മളങ്ങനെ മണാലിയിലെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് നമ്മളിന്ന് റിട്ടേൺ അടിക്കുകയാണ്. എങ്ങോട്ടാണ്? ഡൽഹി. കാട്ടിനകത്തൂടെയാണ് നമ്മൾ തിരിച്ച് ഇറങ്ങിപ്പോണത്. കാട്ടിനകത്തൂടെയാണ് നമ്മൾ തിരിച്ച് ഇറങ്ങിപ്പോകുന്നത്. വൻവിഹാർ, കാട് വൻവിഹാറാണത്. ഇതിനകത്തൂടെ നമ്മൾ വൻവിഹാർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കംപ്ലീറ്റ് ദേവദാരു മരങ്ങളാണ് കേട്ടോ. ഇതിനകത്ത് കംപ്ലീറ്റ് ദേവദാരു മരങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 വർഷം വരെ വെള്ളമൊന്നും ഇല്ലെങ്കിലും അത് നിൽക്കുമെന്നുള്ളതാണ് ദേവദാരു മരങ്ങളുടെ പ്രത്യേകത. നോക്കിക്കേ എന്ത് മനോഹരമായിട്ടുണ്ടെന്ന്. നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ എടുക്കാം. നിങ്ങൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടുകളാണ്. ഒരു ചെറിയ വഴി, മരങ്ങളുടെ ഇടയിലൂടെ ഉള്ള ഒരു ചെറിയ വഴി. അപ്പം നമ്മൾ മണാലിയോട് വിട പറയുകയാണ്. പക്ഷേ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകൾ. ഏത് പാട്ടിടണം? പാട്ടി പറയുന്ന ദേവദാരുവിൻ്റെ പൂക്കൾ കണ്ടെത്തി മക്കളെ, കണ്ടെത്തി. റോസാപ്പൂ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല, തടിയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ഉണ്ട് അല്ലേ. റോസാപ്പൂ തടിയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ഉണ്ട്. ചുമ്മാ എല്ലാം ഇങ്ങനെ പാട്ടെഴുതി. ബിയാസ് നദിയുടെ താഴ്വാരങ്ങളിൽ ദേവദാരുവിൻ്റെ പൂക്കളുമാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ ദേവദാരുവിൻ്റെ പൂക്കളും കണ്ടു. എൻ്റെ ഒരു സിനിമയിൽ പറയണമല്ലേ, ഈ ദേവദാരുവിൻ്റെ സ്മെല്ലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരിടത്ത് ഭയങ്കരമായിട്ട് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് നമ്മളിങ്ങനെ നോക്കിയതാണ്. മേളിലൊക്കെ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ കമ്പിനും മണമുണ്ട്, അതിൻ്റെ തോലിനും മണമുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് നിന്നൊരു കറ ഉണ്ടാകുന്നുണ്ട്, അതിനും മണമുണ്ട് കേട്ടോ. ഒരു വിക്സിൻ്റെ ഒക്കെ പോലത്തെ മണമാണ്. ഒരു കറ, ഒരു പശ പോലത്തെ കറയാണ്. പക്ഷെ ഇതിന് തോലിന് കറുവപ്പട്ടയുടെയൊക്കെ ഒരു സ്മെല്ലുണ്ട്. ആ സിനിമയിൽ പറയുന്നത് അതിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അതിന്റെ കറ കാണിച്ചേരാട്ടോ. ചേട്ടാ അവിടെ സ്ഥലം കാണത്തില്ല കേട്ടോ. അത് പ്രത്യേകിച്ച് മലയാളികളോട് പറയാനുള്ളത്, ഇത് നമ്മളിത് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് ചെത്തിക്കൊണ്ട് പോകരുത്. വളരെ പ്രിസർവ്ഡ് ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു വനം പോലത്തെ മേഖലയാണ്. അപ്പം അത് നമ്മൾ നശിപ്പിക്കാതിരിക്കുക. നല്ല രസമുണ്ട് കാണാൻ. മരം നശിപ്പിച്ച് കളഞ്ഞിട്ട് എന്താണ് നമുക്ക്, നമ്മളത് കണ്ടപ്പോൾ ഒരു കൗതുകം കൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയെന്ന് മാത്രം. മണാലിയിലെ മഞ്ഞ് പോലെ തന്നെ കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണല്ലേ. എന്താണ്
ദേവദാരുവിൻ്റെ കാട്, സെഡാർ മരങ്ങൾ. തീർച്ചയായിട്ടും മണാലിയിൽ വരണമെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ഫോറസ്റ്റ് ഏരിയ വിസിറ്റ് ചെയ്യുക. നമ്മളെ മണാലി ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു ഫോറസ്റ്റിൻ്റെ എൻട്രി വരുന്നത്. അത് നേരെ മാൾ റോഡിൻ്റെ അവിടെ. അത് നേരെ ചെന്നെത്തുന്നത് നമ്മുടെ ഓൾഡ് മണാലിയിലാണ്. അവിടെ ഹൈദുംബ ദേവീക്ഷേത്രവും അതേപോലെ തന്നെ മനു ടെമ്പിളും ഒക്കെ ഉണ്ട്. അതും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. തീർച്ചയായിട്ടും മണാലിയിൽ വിസിറ്റ് ചെയ്തിരിക്കേണ്ട സ്പോട്ടുകളിൽ ഒന്ന് തന്നെയാണ് ഈ സെഡാർ മരങ്ങൾ. ഓക്കെ, നമ്മുടെ ദേവദാരു. ഒന്നേ 1.7 കിലോമീറ്ററാണ് കേട്ടോ ഈ നാച്ചർ ട്രയൽ. സെഡാറിൻ്റെ ചെറിയ തൈകളൊക്കെ വച്ചിട്ടുണ്ട്. കുള്ളു വൈൽഡ് ലൈഫ് ഡിവിഷൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇതെല്ലാം വരുന്നത്. ഇപ്പോൾ നമ്മൾ മണാലിയിൽ നിന്ന് ഈ ഡൽഹിക്കുള്ള വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. അല്ലേ, SPRTCയുടെ ഡൽഹി വണ്ടിയിൽ നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. പെട്ടു ഗെയ്സ്, നമ്മൾ ഏകദേശം മണാലിയിൽ നിന്ന് ഇറങ്ങി ചണ്ഡീഗഡൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഡൽഹിയിൽ പോവുകയാണ് കേട്ടോ. ഡൽഹിയിൽ പോകുമ്പോൾ ചണ്ഡീഗഡൊക്കെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് റോഡ് കാണാൻ വയ്യ. പോകുന്ന ബസ്സിന് ഫ്രണ്ടിലുള്ള വണ്ടികളോ റോഡോ ഒന്നും കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. കംപ്ലീറ്റ് മൂടൽ മഞ്ഞ് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. സംഭവം പൊല്യൂഷനും ഉണ്ടെന്ന് തോന്നുന്നു. പൊല്യൂഷനും മഞ്ഞും എല്ലാം കൂടി ചേർന്നിട്ട് ആകെ ഒരു മൊത്തത്തിൽ ആകെ ഒരു ജഗപുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള ആൾക്കാരെ കാണാൻ പറ്റുന്നില്ല, വണ്ടി കാണാൻ പറ്റുന്നില്ല. പോകുന്ന വഴിക്ക് ആ ഫ്രണ്ടിൽ പോകുന്ന ട്രാവലറിലൊന്ന് തട്ടി, അങ്ങനെ ആകെ മൊത്തത്തിലെ പ്രശ്നം. ഇത് ഇങ്ങനൊരു സിറ്റുവേഷൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. റോഡൊന്നും കാണാൻ വയ്യ, ചുറ്റും വരുന്ന വണ്ടികൾ കാണാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ എതിരെ വരുന്ന വണ്ടി അത്രയും അടുത്ത് വന്നാൽ മാത്രമേ അതിൻ്റെ വെട്ടം പോലും കാണുന്നുള്ളൂ. അത്രയും ഡാർക്ക് സീനാണ് കേട്ടോ. നമ്മൾ ഈ ഡ്രൈവറിനെ സമ്മതിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എങ്ങനെയാണ് ഈ റോഡിൽ കൂടെ വണ്ടി ഓടിക്കണതെന്ന് ദൈവത്തിനും അങ്ങേർക്കും മാത്രമേ അറിയുള്ളൂ. ആ ഒരവസ്ഥയിലാണ് അങ്ങേര് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം നമ്മൾ ഡൽഹി എത്തിയ കേട്ടോ. ഒന്നും കേട്ടൂടാ. അപ്പോൾ ഡൽഹിയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം. നമ്മൾ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.